മുറിവുകളിൽ നിന്നു പുതുജീവൻ. ഒരു ഓറഞ്ച് മരത്തിൻ്റെ കഥ. ധാരാളം ഓറഞ്ച് കായ്ച്ചിരുന്ന ഒരു ഓറഞ്ച് മരമായിരുന്നു അത്. പക്ഷേ വേനൽക്കാലത്ത് എങ്ങനെയോ കത്തിപ്പടർന്ന അഗ്നി ഓറഞ്ച് മരത്തിന് കാതലായ പരിക്കേൽപ്പിച്ചു. മരത്തിലെ ഇലകളെല്ലാം പെട്ടെന്ന് ഉണങ്ങിക്കരിഞ്ഞു. തീയുടെ ചൂടുമൂലം മരത്തിൻ്റെ തോലും പല ഭാഗത്തും ഉണങ്ങിപ്പോയി. തീയിൽപ്പെട്ട ഈ ഓറഞ്ച് മരം പല വർഷങ്ങൾ ഫലം നൽകാതെ വെറുതെ നിന്നു. ധാരാളം സ്ഥലമുണ്ടായിരുന്ന കൃഷിക്കാരനായതുകൊണ്ട് ഓറഞ്ച് മരം വെട്ടിക്കളയുന്നതിന് ഉടമസ്ഥൻ ശ്രദ്ധിച്ചുമില്ല. എന്നാൽ ഒരിക്കൽ ട്രാക്ടർ ഓടിച്ച് സ്ഥലം ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ അകലെ നിന്ന ഓറഞ്ച് മരം കൃഷിക്കാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്നുണ്ടായ ഒരു തോന്നലിൻ്റെ ഫലമായി അയാൾ ആ മരത്തിൻ്റെ നേരെ ട്രാക്ടർ ഓടിച്ചു. ട്രാക്ടർ കൊണ്ട് ഓറഞ്ച് മരത്തെ ഇടിച്ചു മറിച്ചിടാനായിരുന്നു അയാളുടെ പ്ലാൻ. പക്ഷേ പലതവണ ട്രാക്ടർ കൊണ്ട് ഇടിച്ചിട്ടും ഓറഞ്ച് മരം മറിഞ്ഞില്ല. തന്മൂലം കൃഷിക്കാരൻ അതിനെ വെറുതെ വിട്ടിട്ട് തൻ്റെ ജോലിയിലേക്ക് മടങ്ങിപ്പോയി. പിന്നീട് കുറേ കാലത്തേക്ക് കൃഷിക്കാരൻ ആ മരത്തെ ശ്രദ്ധിക്കുകയേ ഉണ്ടായില്ല. പക്ഷേ ഓറഞ്ച് കായ്ക്കുന്ന അടുത്ത സീസൺ വന്നപ്പോൾ ഈ ഓറഞ്ച് മരം നിറയെ വലിയ കായകളായിരുന്നു. അവയുടെ സ്വാദ് മറ്റു ഓറഞ്ചുകളിൽ നിന്ന് വളരെ മെച്ചവുമായിരുന്നു. അത്ഭുത ഓറഞ്ച് മരം എന്നാണ് കൃഷിക്കാരൻ ഇതിനെ പിന്നീട് വിളിച്ചിരുന്നത്. ഈ ഓറഞ്ച് മരത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് കൃഷിക്കാരൻ വിശദീകരിച്ചത് ഇപ്രകാരമാണ്. ഈ ഓറഞ്ച് മരത്തിൻ്റെ കാര്യം ഒരത്ഭുതമാണെന്ന് തോന്നാം. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്നോ? തീപിടുത്തം മൂലം ഈ മരത്തിന് ഒരു തരം ഷോക്ക് ഏൽക്കുകയും അതിൻ്റെ വളർച്ച മുരടിച്ചു പോവുകയും ചെയ്തു. എന്നാൽ ട്രാക്ടർ കൊണ്ടും മരത്തെ ഇടിച്ച് അതിൻ്റെ തായ്തണ്ടിന് മുറിവേൽപ്പിച്ചപ്പോൾ അതുവരെ നിർജീവമായി നിന്നിരുന്ന മരത്തിൽ ചലനമുണ്ടായി. അതുവഴി ആ മരത്തിൻ്റെ തായ്തണ്ടിലൂടെ വീണ്ടും ജീവൻ്റെ പ്രവാഹമുണ്ടായി. പരിക്കേറ്റത് മൂലമുണ്ടായ ചലനവും അതുവഴിയുണ്ടായ പുതിയ ജീവൻ്റെ പ്രവാഹവുമാണ് ഈ ഓറഞ്ച് മരത്തിൽ പുതിയ ഫലങ്ങൾ കായ്ക്കുവാനിടയാക്കിയത്. ഈ മരത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴെങ്കിലും സംഭവിക്കുന്നില്ലേ? നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കും കഷ്ടപ്പാടുകൾക്കും രക്ഷാകരമായ ഒരു വശമുണ്ടെന്നത് നമുക്ക് മറക്കാതിരിക്കാം. കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അവയെ നമ്മുടെ നന്മയ്ക്കും വളർച്ചയ്ക്കുമായി നമുക്ക് ഉപകരിപ്പിക്കാം. ഗോതമ്പ് മണി നിലത്തു വീണ് അഴിഞ്ഞാലേ അത് വളരെ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയുള്ളൂ. അത് വെറുതെ ഇരുന്നാലോ ഫലങ്ങളൊന്നും ഉണ്ടാവുകയില്ല.